കഴിഞ്ഞ ദിവസം ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വലിയൊരു തലക്കെട്ടായിരുന്നു. ഇന്ത്യ മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യ സൂത്രധാരനായ കൊടുംകുറ്റവാളിയും ലോകം തിരയുന്ന ഭീകരനുമായ ഹാഫിസ് സയ്യിദിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന് അപേക്ഷ സമർപ്പിച്ചു. ഈ അപേക്ഷ കിട്ടി എന്നിപ്പോൾ പാക് വിദേശകാര്യ മന്ത്രാലയം വക്താവ് മുംതാസ് സഹറ ബലോയ് അറിയിച്ചിരിക്കുന്നു. മുംതാസ് സഹറ പറയുന്നത്, ഇന്ത്യയുടെ അപേക്ഷ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയുമായി തങ്ങൾക്ക് ഉഭയകക്ഷി കരാർ നിലവിലില്ല. അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പെട്ടുപോയത് പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ ഇല്ല എന്നും ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടു എന്നും പലവട്ടം പാകിസ്ഥാൻ തന്നെ പറഞ്ഞാണ്. നമുക്കറിയാം ദാവൂദിൻ്റെ കേസിലും പലവട്ടം ഈ ദാവൂദ് കൊല്ലപ്പെട്ടു, ഇവിടെ ഇല്ല എന്നൊക്കെ നിരന്തരം പറയുന്ന പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ദാവൂദ് ആശുപത്രിയിലാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നു. ഇപ്പോൾ ഹാഫിസ് സയ്യിദിൻ്റെ പാർട്ടി പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെയാണ് പാകിസ്ഥാനിലെ ഇപ്പോൾ പരസ്യമായി സംബന്ധിച്ചിരിക്കുന്നത് ഉഭയകക്ഷി ബന്ധം നിലവിലില്ലാത്തതിനെ വിട്ടുകൊടുക്കുക. അതായത് ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്നൊരു സ്ഥിരീകരണം കൂടിയാണ്. ഏതായാലും അമേരിക്ക $10 മില്യൺ തലയ്ക്ക് വിലയിട്ടൊരു കൊടും ഭീകരനാണ്, ലോകം തിരയുന്ന കൊടും ഭീകരനാണ്. അതുകൊണ്ട് ആര് തട്ടിയാലും വലിയ രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളവും ഉണ്ടാകില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ അത് പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.